മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോരുകറിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അല്പം ഉലുവ, മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്. അപ്പോൾ ഇവിടെ നല്ല കട്ടത്തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചതിന് ശേഷം തൈര് കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ അരപ്പിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടത്തൈരും അല്പം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് അടിച്ചെടുക്കാം. അരപ്പെല്ലാം നന്നായി അരച്ചെടുത്തു. അരപ്പിൻ്റെ കൂടെ തന്നെ തൈരും ചേർത്ത് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ അവസരത്തിൽ ഉലുവ ഇട്ട് കൊടുക്കാം. അടുപ്പ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണം. ഒരിക്കലും തിളയ്ക്കരുത്, ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരു മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ആവശ്യാനുസരണം കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ മതിയാവും. ഇനി വെള്ളം പോലെ ഇരിക്കണം എന്നാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാം. എനിക്ക് അല്പം കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മോരുകറിയും ചമ്മന്തിയും തോരൻ മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കുറുകിയിരിക്കുന്ന മോരുകറിയാണ് നല്ലത്. എല്ലാവരും തന്നെ ഇത് വെച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക.